ഹലോ ഹായ് ആദ്യം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കാണാൻ എൻ്റെ സൗണ്ട് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുഞ്ഞു കുഞ്ഞ് ലൈഫ് വ്ളോഗുകളും എൻ്റെ കുറച്ച് സന്തോഷങ്ങളും ചിന്തകളും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായി കേട്ടോ. കഴിഞ്ഞ് നമ്മുടെ പാലുകാച്ചൽ വീഡിയോ ഇട്ടിട്ട് എന്നെ അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ടുള്ളവർ എന്നോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു. കുറേ പേര് എനിക്ക് പേഴ്സണലി വിവരങ്ങൾ അറിയിച്ചു, കമൻറ്റുകളിലൂടെ സന്തോഷം അറിയിച്ചു. വലിയ സ്നേഹവും സന്തോഷവും കേട്ടോ. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ ഓരോ കമൻറ്റ് കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേ, ഇപ്പം നമ്മൾ ഒരുങ്ങി പോകുമ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ നല്ല ഡ്രസ്സാണ്, അടിപൊളിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാകുന്നത്, ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ തരുന്നൊരു കമൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ തരുന്നൊരു ലൈക്കോ നിങ്ങളത് കണ്ടിട്ട് നേരിട്ട് വന്ന് പറയുന്നതൊക്കെ ആയിട്ടുള്ള റെസ്പോൺസ് വല്ലാണ്ടൊരു ആത്മസന്തോഷം തരാറുണ്ട്. ആ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വർഷം കൊണ്ട് കാത്തിരുന്ന നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ്. ഞാൻ എൻ്റെ ചാനലിൽ പലയിടങ്ങളിൽ ഉത്സവത്തിന് പോയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ കുറച്ചും കൂടെ സന്തോഷമുണ്ട്. കാരണം ഓരോ വർഷവും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതോ വലുതോ അത് മാറ്റങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എനിവേ, നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈനാപ്പള്ളിയിൽ ശ്രീ അന്നപൂർണേശ്വരി ദേവീക്ഷേത്രം, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം. അതിനപ്പുറത്തോട്ട് എനിക്ക് കൂടുതലൊന്നും വിശദീകരണം തരാനില്ല. അന്നപൂർണേശ്വരിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പേരിൽ തന്നെ ഉണ്ട്, അന്നദാതാവാണ്. അവിടെ എന്താണ്, എപ്പോഴും അന്നമുണ്ട് കേട്ടോ. അതും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും അവിടെ രാവിലെയും നമ്മൾ തൊഴാൻ ചെല്ലുമ്പോഴും ഒക്കെ തൊഴുതതിന് ശേഷം അവിടെ കഞ്ഞിയും പയറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ അതും കൂടെ ഞാനങ്ങ് പറഞ്ഞു പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉത്സവം ഞങ്ങൾ എല്ലാ വർഷവും എല്ലാവരും നമ്മുടെ നാട്ടിലുള്ളവരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ്. ഇതെന്നല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവ സീസൺ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതാണ്. കാരണം ഇങ്ങനെ പൊളയ്ക്കാൻ കിട്ടുന്നൊരു അവസരമല്ലേ, ചെണ്ടമേളങ്ങളും പിന്നെന്താണ് ഡ്രം സെറ്റുകളും. പിന്നെ എൻ്റെ പൊന്നോ, ഇത്തവണത്തെ ഉത്സവം നിങ്ങൾ വേണ്ട ഈ വീഡിയോയിൽ കാണുന്നില്ലേ, കിടിലമായിരുന്നു. ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത, ഉത്സവം 4 ദിവസത്തേക്കായിരുന്നു. ഫെബ്രുവരി 10, 11, 12, 13. എല്ലാ വർഷങ്ങളിലും മുൻ വർഷങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമ്മൾ മകരം 28 ഉച്ചാര മഹോത്സവമായിട്ടായിരുന്നു ഇവിടെ ആഘോഷിച്ചത്. അത് ഫെബ്രുവരി 11 തന്നെയാണ് ഡേറ്റ്, ഒരു ദിവസത്തെ ഉത്സവം. പിന്നീട് ആളുകളുടെ ഒരു കോപ്പറേഷൻ്റെ ഫലമായിട്ടും പുതിയ വർഷങ്ങൾ വരുന്നതിനനുസരിച്ചുള്ള മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അത് ദിവസങ്ങളുടെ എണ്ണം കൂടി. കഴിഞ്ഞ വർഷം അത് 3 ദിവസമായിരുന്നു, ഇത്തവണ അത് 4 ദിവസമായിരുന്നു. അത് വലിയ സന്തോഷമായിരുന്നു. പിന്നെ നമ്മളുടെ ഇവിടെ ഉത്സവത്തിന് കെട്ടുരുപ്പടികൾ അല്ലെങ്കിൽ കെട്ടുകാഴ്ച എന്ന് പറയും. അതിന് നന്ദികേശ സങ്കല്പമാണ്. വിവിധ തരത്തിലുള്ള വെള്ളയും ചുവപ്പും നിറത്തിലുള്ള നന്ദികേശന്മാരെ അങ്ങോട്ട് അണിയിച്ചൊരുക്കി നെറ്റിപ്പട്ടമൊക്കെ ചാർത്തി അതിൻ്റെ കൂടെ നല്ല കൊഴുക്കാനുള്ള മേളക്കാരെ, കൊഴുപ്പ് അല്ലേ, മേളക്കൊഴുപ്പ്, താളക്കൊഴുപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ അവരങ്ങോട്ട് ഊർജം അവരാണ്. അത് മേളം, തമ്പോലം, ഡ്രം സെറ്റ്, അങ്ങനെ പല വിഭാഗക്കാരാണ്. ഇതിന് കരവിഭാഗങ്ങളുണ്ട്, പല കരക്കാരാണ്. ഈ കരക്കാരെല്ലാം കൂടെ തമ്മിൽ സൗഹൃദ മത്സരങ്ങളുണ്ട്. തങ്ങളുടെ കരയായിരിക്കണം അല്ലെ, കരവിഭാഗക്കാരായിരിക്കണം ഏറ്റവും നല്ല ഒരു കെട്ടുകാഴ്ച ഒരുക്കിയതെന്ന് ആളുകളുടെ ഇടയിൽ പറയിപ്പിക്കണം എന്ന് കരുതി പരമാവധി അവരവരാൽ മനോഹരമാക്കാൻ അവരെ ശ്രമിക്കുന്നുണ്ട്. അത് ഈ ഉത്സവ കാഴ്ചയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നമ്മളെക്കാൾ കൂടുതൽ ഈ നന്ദികേശന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഗ്യാങ്ങും മേളക്കാരുടെ കൂട്ടത്തിലുള്ള ആളുകളും ഒക്കെയാണ്. മേളക്കാരുടെ കാര്യം എടുത്തു പറയണം കേട്ടോ. ഞാൻ ആലോചിച്ചു, ഇവരെന്ത് ആവേശത്തോടാണ് ഈ മേളം കൊട്ടുന്നത്. അവർ തുള്ളിച്ചാടി കൊട്ടുന്ന ആ ആവേശമാണ് അവിടെ നിൽക്കുന്ന ഓരോ ജനങ്ങൾക്കും ഉണ്ടാകുന്നതെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ഇടണം കേട്ടോ. മാത്രമല്ല, നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ ഉൾപ്പെടുത്താം. എൻ്റെ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ മൂക്കടയ്ക്കുന്ന പോലെ? എനിക്ക് നല്ല പനിയും ജലദോഷവും ആയിട്ടുണ്ട്. നല്ല പനിയിലും ജലദോഷത്തിലും ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഐസ്ക്രീമും കൂടെ കഴിച്ചതുകൊണ്ട് എനിക്ക് നല്ല പനിയായിട്ടുണ്ട്, അല്ലെങ്കിലും എന്തോ പനിയായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അത് വഴിക്കൂടെ നടക്കും. നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ അല്ലേ. ഇവിടെ നാട്ടിൽ ഉത്സവമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഓണം സെലിബ്രേഷനെ പോലൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കും, അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോയിലോ വ്ളോഗിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് നമുക്ക് വേറെ കുറച്ച് തിരക്കുകൾ വന്നു. അതായത് ഒരു റിലേറ്റീവിൻ്റെ എൻഗേജ്മെൻറ്റ് വന്നു. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ ദിവസം തന്നെ ആയതുകൊണ്ട് ഞാൻ അതിനും പോയിട്ട് വന്നിട്ടാണ് ഉത്സവത്തിനും കൂടെ ചാടി വന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും നമ്മുടെ വീഡിയോയിൽ ഞാൻ
ഉൾക്കൊള്ളിച്ചിട്ടില്ല. വലിയൊരു സന്തോഷം നിങ്ങളെ ഇങ്ങനെ കാണിക്കുക, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുക. അത് കണക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റിൽ ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. പിന്നെന്താണ്, ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തൊക്കെയാണോ വിട്ടുപോയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഓരോ ആഘോഷങ്ങളും നമ്മുടെ വലിയ സന്തോഷമാണ്, വലിയ ഒരു ഹാപ്പിനെസ്സാണ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള. പക്ഷെ അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ആഘോഷങ്ങൾ ഒരുപാട് കൂടി വരുന്ന സമയത്ത് നമ്മൾ മതിമറന്ന് ആഘോഷിക്കുമ്പോൾ ഒരുപാട് അപകടങ്ങളും ഒരുപാട് ഈ അടിയും പിടിയും ഒക്കെ നടക്കുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാ വർഷവും ഇവിടെയും അതൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എനിക്ക് അറിഞ്ഞുകൂടാ ആരൊക്കെയാണ് കാണുന്നത് ആരൊക്കെ കാണുന്നില്ല എന്നറിയില്ല, പക്ഷെ അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് അടുത്ത വർഷവും ഇത് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ സന്തോഷമായിട്ട് എല്ലാവരോടും ആഘോഷിക്കുക. പക്ഷേ ആരോഗ്യം, നമ്മുടെ എന്താ പറയുക, മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ സന്തോഷമായിട്ട് ആഘോഷിക്കുക എന്ന് ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ പറയുകയാണ്. കാരണം അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഓർത്തുകൊണ്ട് അടുത്ത വർഷവും ഇതേപോലെ നല്ല രീതിയിലുള്ള ആഘോഷങ്ങൾ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ.